ഇന്നൊരു രസകരമായ ഒരു സബ്ജക്റ്റാണ്. അതായത് ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് മണ്ണാർക്കാട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ KSRTC ബസ്സിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഇടയിൽ വെച്ചിട്ട് പെരിന്തൽമണ്ണയൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ട് പോലീസ് ഒരു പ്രതിനിധിയും കൊണ്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നീടാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ പ്രതിനിധി കൊണ്ടുവന്ന പോലീസുകാരനെയും ശ്രദ്ധിച്ചത്. അതായത് ഈ പ്രതി എന്ന് പറയുന്നത് എന്താ പറയാ, അവനെ കണ്ടാൽ തന്നെ നല്ല ലുക്കാണ്. മീൻസ് നല്ല ആയോധന, നല്ല വ്യായാമം ചെയ്യുന്ന ഒരു ശരീരപ്രകൃതി, നല്ല ഒരു ഫിലിം സ്റ്റാറിന്റെ ലുക്കുള്ള ഒരു പ്രതി, ഹൈറ്റും വെയിറ്റും. അവനെ കണ്ടാൽ തന്നെ അറിയാം ആയോധന കലയിലെ നമ്പർ 1 ആണെന്ന്. കൂടെ ഉള്ള രണ്ട് പോലീസുകാർ എന്ന് പറയുന്നത് എണീച്ചിടക്കാൻ ജീവനില്ലാത്ത രണ്ട് പോലീസുകാരും. അപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്ത് PSC ശക്തമാക്കിയപ്പോൾ വന്ന ഒരു തകരാറാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പും മറ്റു രീതികളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആക്കിയതില്ല, PSC സ്ട്രിക്റ്റ് ആക്കിയത്. അതിനുശേഷമാണ് ഈ പോലീസുകാരൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ മോശമായത്. അതായത് ഗവൺമെന്റ് ഒരു ജോലിക്ക് വേണ്ടി മാത്രം, വേറെ ഒരു ജോലിയും കിട്ടാതെ എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ വന്നു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയെങ്കിലും ഒരു 6 മാസം 1 വർഷം പാടുപെട്ട് എങ്ങനെയൊക്കെയോ കയറി പിന്നെ വേറെ ജോലി കിട്ടാണ്ട് ഉള്ള അവസ്ഥയിൽ നിൽക്കുന്ന കുറെ ടീമുകളില്ലേ, അവരാണ് ഇതിലെ മെയിൻ ടീമുകൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, അതായത് ഈ അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഏകദേശം 1981 വരെ ഈ പോലീസുകാർക്ക് ഈ നീളൻ ട്രൗസറും അല്ലെങ്കിൽ നീളം തൊപ്പിയും ഈ 3/4 പോലെയുള്ള ബട്ടാ ട്രൗസർ ഉണ്ടാകുമല്ലോ, അതിൽ ഏകദേശം 2-3 പേർക്ക് മുളയാ പഴയത്. അതും ബൂട്ടും പിന്നെ വലിയ കുന്തമൊക്കെ പിടിച്ചിട്ടുള്ള നിൽക്കുന്നത്. അത് മാറിയിട്ട് ഏകദേശം 1981 പോലീസുകാർക്ക് പാൻറ്റായി മാറിയത്. ഓക്കെ, നമ്മുടെ ഉമ്മൻചാണ്ടി ആണ് ചെയ്തത് ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, മുഖ്യമന്ത്രി കരുണാകരനും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിപ്ലവാത്മകമായ ഇതെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി. അതായത് അതിന് തൊട്ട് മുമ്പ് 77-78 കാലഘട്ടത്തില് ആന്റണി മന്ത്രിസഭയില് അദ്ദേഹം തൊഴിൽ മന്ത്രിയായിരുന്നു. ആ സമയത്താണ് തൊഴിലില്ലായ്മ വേതനം അദ്ദേഹം നടപ്പിലാക്കിയാണ്. പിന്നീട് 81 ഈ പോലീസുകാരന്റെ ആ ട്രൗസർ പാരമ്പര്യം മാറ്റി ഇതാക്കി മാറ്റിയത്. പക്ഷെ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മള് മുമ്പ് നമ്മുടെയൊക്കെ ചെറുപ്പത്തില് ഒരാളിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പോലീസുകാരനാണെന്ന് നമുക്ക് അയാളെ ഒരു ഇൻട്രോ തരേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ? ശ്രദ്ധിച്ചിട്ടില്ല? അതായത് ആളുടെ രൂപം കണ്ടാൽ തന്നെ ആ ഹൈറ്റും വെയിറ്റും അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റി കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് വന്നിരിക്കുന്നത് പോലീസുകാരനാണെന്ന്, അല്ലേ? അതാണ് ഞാൻ ഇപ്പോഴത്തെ കൂടി ഒന്ന് കമ്പയർ ചെയ്തത്. ഇപ്പോൾ വളരെ പേഴ്സണാലിറ്റി വളരെ കുറഞ്ഞ വളരെയേറെ ഇഷ്ടംപോലെയുള്ള പോലീസുകാർ, അല്ലേ? പക്ഷെ ഇല്ല എന്നല്ല, ഇഷ്ടംപോലെ പോലീസുകാരുണ്ട്. നല്ല പേഴ്സണാലിറ്റി ഉള്ള, നല്ല വെയിറ്റ് അടിക്കുന്ന, നല്ല വ്യായാമം ചെയ്യുന്ന, കണ്ടാൽ തന്നെ ലുക്കുള്ള, ഹൈറ്റും വെയിറ്റും ഉള്ള, കണ്ടാൽ തന്നെ ഒരു ഇതുള്ള പോലീസുകാരൊക്കെ ഉണ്ട്. ഇല്ല എന്നല്ല പറയുന്നത്, ഒരു വിഭാഗത്തിനെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതായത് മുമ്പ് നമുക്കറിയാം ഈ അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ ഏകദേശം 81 വരെയുള്ള ആ പോലീസുകാരില്ലേ, ഇപ്പൊ ഏകദേശം ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ 3/4 പോലുള്ള നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വലിയ ട്രൗസറും അതുപോലെ തന്നെ ഈ നീളം ഇതെല്ലാം ഇട്ടിട്ട് അവർക്ക്, പക്ഷെ അത് ഇടുകയാണെങ്കിലും അവർക്ക് അത് ഒരിക്കലും ഒരു എന്താ പറയാ ഒരു ബോറായിരിക്കില്ല. ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പഴയ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പഴയ പോലീസുകാർ ഈ 3/4 ഈ ഭയങ്കര 4 പേർക്ക് മുളേണ്ട ട്രൗസർ ആയിരിക്കില്ലേ, ആ ട്രൗസറും ആ കുന്തവും നീളം തൊപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാലും അവരെ കണ്ടു തന്നെ ഒരു ഭീകര ലുക്കായിരിക്കും. കണ്ടാൽ തന്നെ അറിയാം ഒരു പോലീസുകാരനാണെന്നുള്ള അവരുടെ. അതാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം 2010 വരെ അങ്ങനെ പേഴ്സണാലിറ്റി ഉള്ള പോലീസുകാരുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ PSC ശക്തമല്ലാത്ത സമയത്ത് മെയിനായിട്ട് ഇതില്ലേ, എന്താണ് ഈ ജാതകം കൊടുത്ത് കയറുക പറയും, സർട്ടിഫിക്കറ്റ് ഒന്നും നോക്കില്ലല്ലോ. അന്ന് മെയിൻ മാനദണ്ഡം എന്ന് പറയുന്നത് ഹൈറ്റും വെയിറ്റ് തന്നെയാണ്, അല്ലേ? 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും 8ാം ക്ലാസ്സൊക്കെ ആയിരിക്കും. പക്ഷെ ജാതകം കൊടുത്ത് വയസ്സും കമ്മിയാക്കിയിട്ട് ഉണ്ടാവും. ഇപ്പോഴും സർവീസിൽ അങ്ങനെയുള്ള പോലീസുകാരുണ്ട്. 45-50 വയസ്സ് കഴിഞ്ഞ പോലീസുകാർ കണ്ടാൽ തന്നെ നല്ല ലുക്കായിരിക്കും. ഞാൻ പറയണത് ഇപ്പൊ കയറിയ കുറെ ടീമുകളാണ്, അല്ലെ? ഇൻസ്റ്റയും റീൽസും എന്താ പറയാ കുറെ തത്തമ്മൻ ചുണ്ടന്മാരായ കുറെ ടീമുകളുടെ കാര്യമാണ് പറഞ്ഞത്.
ആ കള്ളന്മാരും ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കള്ളന്മാര് അല്ലെ പ്രതികൾ എന്ന് പറയുന്നത് നല്ല പേഴ്സണാലിറ്റി ആയിരിക്കും. അതേക്കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ഈ പേഴ്സണാലിറ്റി ഉള്ള പോലീസുകാരനെ കാണുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഒന്ന് നോക്കി പോകുന്നില്ല. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും കേസ് അന്വേഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതികളിനെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നമ്മൾ കമ്പാരിസൺ എന്തായാലും ഓട്ടോമാറ്റിക്കായി ചെയ്യുമല്ലോ. കൊണ്ടുവരുന്ന പ്രതികളും അതിൻ്റെ കൂടെ മറ്റേ എസ്കോർട്ടിന് പോകുന്ന പോലീസുകാരും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് അത് ഈ 2010 ശേഷം ഈ PSC വളരെ ശക്തമായപ്പോൾ മറ്റേ ഈ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റേ വരുന്ന ടീമുകളും എന്താ പറയാ മൊത്തം വളരെ എന്താ പറയാ ഈ യൂണിഫോം തസ്തികകളിലൊക്കെ വളരെ പേഴ്സണാലിറ്റിക്ക് വളരെ വലിയൊരു ഘടകം തന്നെയാണ്. അത് 2010 ശേഷം വളരെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് 100% കേരള പോലീസിൽ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ഇല്ലാത്ത ആളുകൾ എന്നല്ല കേട്ടോ പറഞ്ഞു വന്നത്, നേരത്തെ പറഞ്ഞ പോലെ. അതായത് ഒരു ചെറിയ വിഭാഗം അല്ലെ, ആ വിഭാഗം വളരെ പെട്ടെന്ന് ഫോക്കസ് ചെയ്യപ്പെടുന്നതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മറ്റേ മുമ്പ് 2010 മുമ്പൊക്കെയുള്ള അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലഘട്ടം ഈ 80-90 പോലീസുകാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അവര് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഭീകര ലുക്കായിരിക്കും. ശരിക്കും അങ്ങനെയാണ് ശരിക്കും വേണ്ടത് അല്ലെ. യൂണിഫോം തസ്തികകളിൽ അങ്ങനെ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ തന്നെ പ്രതികൾക്ക് ഒരു ഭയമായിരിക്കും പോലീസ് എന്ന് പറയുന്ന സമയത്ത്. ഇപ്പൊ അങ്ങനെ ചോക്ലേറ്റ് ഇത് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റയും മറ്റേ റീൽസും ഒക്കെ ചെയ്യുന്ന കോമഡി പീസുകളൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ഒരു അവസ്ഥ അല്ലേ. അപ്പൊ അവർക്ക് ഈ നമ്മൾ പറഞ്ഞല്ലോ ഈ ട്രൗസർ ഈ മറ്റേ എന്താ പറയാ ഇന്നുള്ള തൊപ്പി കുന്തം ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും അവരിട്ട ഡ്രസ്സ് ബോറാണെന്ന് നമുക്കൊരിക്കലും തോന്നിയില്ല. എന്നിട്ടും അവര് ആ ഒരു തടിയും ആ പേഴ്സണാലിറ്റിയും ഹൈറ്റും വെയിറ്റും ഒക്കെ കൊണ്ട് തന്നെ അവർക്ക് ആ ലുക്കായിരുന്നു. അതായത് ബോറ് പറഞ്ഞ സാധനം അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആലോചിച്ച് നോക്ക്, അവര് അന്നിട്ട് മറ്റേ വലിയ ആ ട്രൗസറും അല്ലെങ്കിൽ നീളം തൊപ്പിയും മറ്റേ ആ കുന്തമൊക്കെ ഇന്ന് ഉള്ള നിലവിലുള്ള പോലീസ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുന്ന ആലോചിച്ച് നോക്കി. ആലോചിക്കുമ്പോഴേ ചിരി വരുന്നുണ്ട് അല്ലേ ഇപ്പോഴത്തെ പേഴ്സണാലിറ്റിയുള്ള പോലീസുകാരന്റെ. ഇങ്ങനെ ഒരു രസകരമായ ഒരു ഇത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി. ശരിയല്ല ഇങ്ങനെ പറഞ്ഞെല്ലാം. പക്ഷെ നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയിലുള്ള പോലീസൊക്കെ വളരെ പേഴ്സണാലിറ്റി ഉള്ളതാണ് കേട്ടാ. നല്ല വ്യായാമമൊക്കെ ചെയ്യുന്ന റെഗുലർ വ്യായാമമൊക്കെ ചെയ്യുന്ന പോലീസുകാരാണ് നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയിലൊക്കെ ടീമുകളൊക്കെ. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു വിഭാഗം ടീമുകൾ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി നല്ല പേഴ്സണാലിറ്റി ഉള്ള നല്ല ടീമുകൾ വരട്ടെ, നിയമങ്ങളൊക്കെ മാറട്ടെ, പഴയ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ടീമുകളൊക്കെ വരട്ടെ അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.